സഹായിച്ചു. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വചനം കേൾക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ഉയർന്ന നാമത്തിൽ എൻ്റെ വന്ദനം രേഖപ്പെടുത്തുകയാണ്. മാർനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ പ്രവർത്തനത്തോട് അനുബന്ധിച്ച് വീണ്ടും ഇപ്രകാരം ഒരു കൺവെൻഷൻ ക്രമീകരിക്കുവാൻ തക്കുന്ന സർവ്വപ്രവാചകനായ കർത്താവ് ഒരുക്കിയ ശ്രേഷ്ഠകരമായ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും തുല്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ദേശത്തെ ജനങ്ങളുടെ പാപികളുടെ മാനസാന്തരവും രക്ഷയുടെയും വിടുതലുടെയും വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിച്ച് മുന്നേറുവാൻ തക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കണം. ഇങ്ങനെയുള്ളതായിട്ടുള്ള കൂടിവരവുകൾ, കൺവെൻഷനുകൾ എല്ലാം ആവശ്യമായിരിക്കുമ്പോൾ ഹല്ലേലൂയ. നമ്മുടെ ജോലിയോടൊപ്പം നമ്മൾ ദൈവ ഈ ദേശത്തായിരിക്കുമ്പോൾ അതുവഴി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ആദ്യമേ ഓർപ്പിക്കുവാൻ തക്കണം വേണ്ടിയായിരുന്നു. ഇന്നിവിടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ദേവദാസനെ ഒരുപാട് നമ്മുടെ ഇടയിൽ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം കേരളത്തിന്റെ കരയിൽ ഏകദേശം 3 പതിറ്റാണ്ടുകളായി എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും അദ്ദേഹം 85കളുടെ പകുതിയോടുകൂടി അബുദാബിയിൽ ഒരു നാട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ 30 കൊല്ലം എന്നുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ കടന്നു വരുവാൻ കൊണ്ടുവരികയായിരുന്നത്. സ്തോത്രം. എന്നാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അദ്ദേഹം ഈ ദേശത്ത് വന്നത് ആദ്യമായിട്ടാണ്. സ്തോത്രം. ഇനിയും അനേക ദൈവദാസന്മാർ ഈ ദേശത്ത് കടന്നു വരണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം വ്യാപരിക്കണം, ജനങ്ങൾ സുവിശേഷം കേൾക്കണം, സുവിശേഷത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്നതല്ല, കർത്താവിന്റെ വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മൾ വിടുതൽ പ്രാപിപ്പാൻ തക്കണം, നമുക്ക് ജയം പ്രാപിപ്പാൻ തക്കണം. സ്വർഗ്ഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ചില മണിക്കൂറുകൾ അനുഗ്രഹിക്കപ്പെട്ട ചില സമയങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം സൃഷ്ടിക്ക് വേണ്ടി ക്ഷണിച്ചു. Hallelujah. 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 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്ക് വന്ന് പങ്കെടുക്കുവാൻ ഞാൻ ഒറ്റ വാക്കി പറയട്ടെ. എനിക്കിത് തുടങ്ങുമ്പോഴേ എൻ്റെ പ്രയാസം ഇന്ന് ഉള്ളല്ലോ എന്നുള്ളൊരു പ്രയാസം. എനിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത, ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ തുടക്ക സമയത്ത് കുറേ സമയത്ത് കരയായിരുന്നു. എനിക്കിങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇഷ്ടം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ ഉള്ളത്തിൽ തട്ടി. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ പെന്തക്കോസ്തുകാരുടെ ജെറുസലേമാണ്. അവിടെ 10,000 പേര് കൂടുന്നതിന് തുല്യമാണ് ഈ ഉവൈസിലെ. ഒരു തെങ്ങിലുണ്ടാകുന്ന എല്ലാ പൂവും വെള്ളയ്ക്കാകത്തില്ല, എല്ലാ വെള്ളയ്ക്കായും കരിക്കാകത്തില്ല, എല്ലാ കരിക്കും തേങ്ങയും ആകത്തില്ല. പൂവുണ്ടാകുമ്പോൾ ഒരുപാട് കാണും, പക്ഷേ എല്ലാം കറിക്കരച്ച് വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞ അവസാനം വിത്ത് തേങ്ങ 5-6 കാണാം. വയസ്സിലുള്ളതെല്ലാം വിത്ത് തേങ്ങയാണ്. എനിക്ക് എത്ര പേർക്ക് അർത്ഥം മനസ്സിലാകുന്ന ആഴത്തിൽ നഷ്ടപ്പെടാനൊന്നും ഒരാൾ പോലും നഷ്ടപ്പെട്ടു. ഐ ലവ് യു തന്നെ. അത്രയ്ക്ക് സ്നേഹമുണ്ട് നിങ്ങളോട്. ഇത് നമ്മുടെ പ്രവേശിലെ ഉത്സവം. Really, we are feeling the presence of God. ദൈവ സാന്നിധ്യം അനുഭവിക്കാം. அருமையான நம்ம தமிழ் மக்கள் ஜபத்தில் தமிழில் அந்த தமிழ் பாஷையில் ஜபம் பண்ணும்போது என்னுடைய காலில் பெருவல் இருந்து உச்சந்தல் வரைக்கும் அப்படியே ஒரு குளிர். மாசற்ற மகிமை நிறைந்த மங்களகரமாக இந்த மாலை வேளையில் என்னுடைய தமிழ் மக்களுக்காக அன்பளிப்பாக யாதனை செய்யலைன்னா அது ஒரு ஒளிபரப்பெல்லாம் நடத்துகிறதெல்லாம் நம்ம தமிழ் மக்கள் இல்லையா. அதனால் உங்களுக்காக ஒரு 2 வரி தமிழ் பாடல் எல்லாரும் நம்மளால் பாடுவாங்க. 2 வரி என்னுடைய தமிழ் மக்களுக்காக சொல்கிறோம். எஸ். கையை ஆறு கை அடிக்கலாம். சந்தோஷத்தோட கேட்டு
കാട്ടായങ്ങളുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് ജീവിതങ്ങളുടെ കമനീയമായ കരങ്ങൾക്ക് കാലിന്റെ ചങ്ങലയിട്ട കപട ചടുല മത വേഷധാരികളെ ഞെട്ടിച്ച് കാലത്തിന്റെ കാർമേക പടലങ്ങൾ മാറ്റി കാൽവരുടെ കുലത്തളത്തിലെ കൽപ്പനകൾ ചവിട്ടിക്കയറിയ കരുണാമയനായ എന്റെ കർത്താവ് കാലാതീതനായ ദൈവം കന്യകയെ പാലിച്ചെടുത്ത് മനുഷ്യന്റെ കൽവിനെ കടലമാർമാക്കുവാൻ പീലാത്തോസിന്റെ കത്തളം മുതൽ രാഹുൽദായുടെ കുലത്തളം വരെ വീട് വെഴുതേറ്റും വേച്ചും തുറച്ചും കടന്നുപോയി പാലിനും ഫലത്തിനും മധ്യേ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ എഴുതിയതും വീഴ്ചയുടെ കാലഘട്ടത്തെ രണ്ടായി തിരിച്ച് കാലഘട്ടത്തിന്റെ മധ്യേ ഏക മധ്യസ്ഥനാ. നമുക്ക് വേണ്ടി കുരളറക്കപ്പെട്ട പ്രാണനാഥൻ അരിമത്തെക്കാലം ജോസഫിന്റെ ശബ്ദമുദ്രകളെ ഭേദിച്ച പാറയിൽ വിട്ട കല്ലറയെ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ഭൂമിയിൽ 40 ദിവസം 500ഓളം പേർക്ക് പ്രത്യക്ഷനായ ശേഷം ഉയർത്തെഴുന്നേറ്റ് രഹസ്യമായിട്ട് പോയതല്ല. 40ഓളം ദിവസം 500ഓളം പേർക്ക് പ്രത്യക്ഷനായ ശേഷം അമ്പലച്ചുപ്പിയായി ഒലിവ് മലയിൽ തന്റെ കോമളപാദം ചുവട്ടി മന്ദം മന്ദം ആകാശത്തിലേക്ക് കയറിപ്പോയ അരിമനാഥൻ തന്റെ സഭയോട് വിളിച്ചു പറഞ്ഞു, എല്ലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിങ്ങളെ വിട്ടു പോയവൻ എത്രയും വേഗം രണ്ടാമത് പ്രത്യക്ഷനാകും. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. എന്റെ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ഭ്രാന്തനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ ആത്മപൂർണ്ണൻ ഭ്രാന്തൻ? ഇതിനകത്ത് ആരെ ഭ്രാന്തം? മുക്കാ ഭ്രാന്തം പോലുള്ളവരുടെ മുഴു ഭ്രാന്തന്മാരാണെന്നാണ് ഞാൻ പറയുന്നത്. അരെ ഭ്രാന്തം മുക്കാ ഭ്രാന്തം പോരാ. കർത്താവിനോട് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ. ആരപ്പൈന്റെ മുക്കാപ്പൈന്റെ കഴിച്ചിട്ട് ചെറുതായിട്ട് ലഹരി പിടിച്ച് പറയല്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ നാട്ടുകാരെ മൊത്തം കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ കൃപയോടെ നമ്മളെ നിറയ്ക്കട്ടെ. ദൈവശക്തിയാൽ നമ്മെ നിറയ്ക്കട്ടെ. രാത്രി കടന്നു വന്നിരിക്കുന്നതോട് ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഒരു ചാക്ക കിട്ടുന്ന അനുഗ്രഹം കൊണ്ടേ പോകുന്നു. രാത്രിന്റെ പ്രസംഗത്തിന്റെ വാക്യം തന്നെതാ. ഈ മഹായോഗത്തിന്റെ കാരണക്കാരായ വയസ്സിലെ ബഹുമാനിതനായ കർത്താവിന്റെ ദാസന്മാർ, ബഹുമാനപ്പെട്ട ജോൺസൺ പാസ്റ്റർ നേതൃത്വത്തിൽ അനുഗ്രഹിക്കേണ്ട ഒരു കുടുംബം പോലെ ആരാധിക്കുന്ന നല്ല സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നല്ലൊരു അമേൻ. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആത്മീയ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ കൈത്താങ്ങൾ കൊടുക്കുന്ന ഈ നാട്ടിലെ കൃപയുള്ള കൂട്ടായ്മയിൽ അഭിഷക്തന്മാരും സഭയും ഇങ്ങനെ വേണം കർത്താവിനെ ആരാധിച്ചത്. നിങ്ങൾക്കറിയാമോ, പല സൈസ് പല്ലുണ്ട് മനുഷ്യർക്ക്. കണ്ടിട്ടുണ്ടോ? മുടം പല്ല് അല്ലേ, കോമ്പല്ല്, ചിലർക്ക് ചിരിച്ച പല്ല് കംപ്ലീറ്റ് പല്ല് വായുടെ വെളിയിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ ആരുമില്ല, ചിലർ കണ്ടിട്ടില്ല അങ്ങനെ പല്ലെല്ലാം അല്ലേ ഇല്ല, ചില പല്ലെല്ലാം. ചിലർക്ക് ഒരുപാട് പല്ലെടുത്താലേ പല്ല് ശരിയാകത്തുള്ളൂ. അങ്ങനെ പല സൈസ് പല്ലുണ്ട്, ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്നാൽ ഒരു ലക്ഷണം ആഹാരം എടുത്തൊന്ന് കഴിച്ചു നോക്കിയേ, എവിടെ നിൽക്കുന്ന പല്ലാണെങ്കിലും ഏത് വായുടെ വെളിയിൽ നിൽക്കുന്നതാണെങ്കിലും ഈ കഴിക്കുന്ന നേരത്തെല്ലാം ഇവിടെ അകത്ത് വന്ന് ഒരുമിച്ച് ഇത് വിഴുങ്ങിയച്ചെടുത്ത് വെളിയിലാക്കും. ഒരു സ്നേഹമാണ് ഈ പല്ലുകളുടെ ആ സന്തോഷം. അങ്ങനെ ആയിരിക്കണം കർത്താവിന്റെ സഭയിൽ. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇത് ഈ സമയത്തെല്ലാം ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് നിന്നാലുണ്ടല്ലോ അതിന്റെ അനുഗ്രഹം ഒന്ന് വേറെ. മുമ്പിലേക്ക് ഒരു മനുഷ്യൻ മേലെ വന്ന് തണ്ണി പോലും കുത്താൻ എന്താ സാധുവാണ്? ഒരാളുടെ നേരെ കുറച്ച് വെള്ളം പൊരിച്ചാൽ ചാവോ? ഒന്ന് സഹിക്കും ഇല്ലല്ലോ. ഒരാളുടെ നേരെ കുറച്ച് മണ്ണ് വാരിയിട്ട് ചാവോ? പക്ഷെ ആദ്യം പൊരിച്ച വെള്ളം ഉണ്ടാവേണ്ട മണ്ണ് കൂടെ ചവിട്ടി കുറച്ച് വിശ്യം ഉണ്ടാക്കിയില്ലേ ഇത് രണ്ടായിട്ട് അറിയാതെ ഒന്നിച്ചറിയാമെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്ര ഒന്നിച്ച് നിന്നാൽ അന്ധകാര ശക്തിയുടെ കച്ചവടം
ഇന്നലെ രാത്രി നിങ്ങളോട് പങ്കിടുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ലൊരു ചിന്ത. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാമത്തെ വാക്യം. മാർക്കോസിന്റെ സുവിശേഷം 10-ാമത് അധികാരം 51-ാമത്തെ വചനം. ആമേൻ. വായിക്കാം. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് പ്രഭു നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട് പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. മതി. എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനം ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി വായിക്കരുത്. മർക്കോസിന്റെ സൂചന നല്ല സൂചനയാണ്. വീട്ടിൽ പോയാൽ വായിക്കാവുള്ളൂ. ഇവിടെ നിന്ന് മൊത്തം വായിച്ച് തീർക്കരുത്. ഇഷ്ടം തലയൊന്ന് കുത്തി പിടിച്ചാൽ അമ്മേ. കടുന്തൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എന്റെ പ്രാവ്. അടുത്ത വാക്കാക്കൽ അറിയാം. നിന്റെ മുഖം ഞാൻ കുനിഞ്ഞിരുന്ന് എങ്ങനെ കാണും. അടുത്തത് നിന്റെ സ്വരം ഞാനൊന്ന് വായു കൂട്ടിയിരുന്ന് എങ്ങനെ കേൾക്കണം. നല്ലപോലെ കർത്താവിന്റെ ആഗ്രഹമാണ് നിന്റെ സ്വരം കേൾക്കുക, നിന്റെ മുഖം കാണുക. എല്ലാവരും നല്ല സന്തോഷമാണ്. അടുത്തിരിക്കുന്നവർക്ക് ചിരിച്ചുകൊണ്ട് കാര്യം കൊടുത്ത് പറഞ്ഞാട്ടെ, കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അമ്മേ, കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. തൊട്ടടുത്ത് ഇരുന്നിട്ടൊന്നും പറയാൻ പറ്റും. സൂക്ഷിച്ചോണം. നമ്പരൊന്നും മേടിച്ചിട്ടില്ല. ഇതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ ഉത്സവം കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുന്നു. രാത്രി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിട്ട് ഏത് വിഷയത്തിൽ തന്നെ മനസ്സ് ഭാരപ്പെട്ടതിന്റെ അടുത്തിരിക്കുന്നവർക്ക് അറിയില്ല. പക്ഷെ ബൈബിളിൽ സങ്കീർത്തനം 30:11 വാക്യമുണ്ട്. അവൻ നിന്റെ റെട്ടടിച്ച് നിന്നെ ഉത്സവസ്ഥ നിന്റെ വിലാപത്തെ അവൻ ഇങ്ങനൊക്കെ ചുമ്മാ പറയുന്നതാണോ? അങ്ങനെ ഉണ്ടോ? നൈലിയിലെ വിധവ ആൾക്കൂട്ടം തന്റെ മകന്റെ ശവം ചുമന്നുകൊണ്ട് നൈലിയിൽ ഇറങ്ങി വരുമ്പോൾ ഇങ്ങോട്ട് മ്യൂസിക്കാർ പാടിക്കൊണ്ട് വന്നത് ഏത് പാട്ടാ? സമയം അല്ലേ? അകയൽപ്പ ഇല്ലേ? അപ്പോഴല്ലേ പാടിയത്? സമയം അതാ പുസ്തകം വേറെയല്ലോ പറഞ്ഞത്. ഇങ്ങോട്ട് പാടി ഏത് പാട്ട് പാടിക്കുന്ന വന്നേ? ശവം കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഏത് പാട്ട് പാടിക്കുന്ന വന്നേ? മ്യൂസിക്കാരോട് 3000 രൂപയാണ് എഗ്രിമെന്റ്. എവിടെ വരെ പാടണം? ശവത്തിന്റെ പാട്ട് പാടാൻ എവിടെ വരെ പാടണം? കോയറിൽ പോയിട്ടില്ല അല്ലേ? സെമിത്തേരി വരെ പാടണം. ഇടയ്ക്ക് പാട്ടിനത്തേക്ക് പോകണം. ശവത്തിന്റെ കൊയർ പോയാൽ എവിടെ വരെ പാടണം? സെമിത്തേരി വരെ പാടണം. പക്ഷേ ലോക ചരിത്രത്തിൽ സെമിത്തേരി വരെ പാടാൻ കൊയർകാരൻ അവരെ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് തിരക്കിനെടുത്തേക്ക് എന്തോ ചെയ്യും. നിങ്ങൾ ചുമ്മാ ലാഭത്തെ നൃത്തമാക്കാനൊന്നുമല്ല. ഇടയ്ക്ക് വെച്ച് ചെറുക്കൻ എഴുന്നേറ്റ് മഞ്ചൽ ഇരുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. കൊയർക്കാരൻ നിൽക്കുകയാണ് കാച്ച. അവര് പറഞ്ഞു സെമിത്തേരി വരെ പാടാനാക്കിയിരുന്നു. സെമിത്തേരി വരെ പാടാനാക്കിയിരുന്നു. ഇടയ്ക്ക് വെച്ച് ചെറുക്കൻ എഴുന്നേറ്റു. ചെറുക്കൻ എഴുന്നേറ്റാൽ എഴുന്നേറ്റിട്ട് പൈസ കിട്ടുവാണ്. 3000 രൂപ പറഞ്ഞ പാടാമെന്ന് പറഞ്ഞ മനസ്സിലാക്കുന്നു. കർത്താവ് പറഞ്ഞു എന്നാ പ്രശ്നം? അതിങ്ങനെ പ്രശ്നം. ഒരു കാര്യം ചെയ്യും. പാട്ടൊന്ന് മാറ്റിയാൽ മതി. സമയമാനത്തിൽ മാറിട്ട് തിരിച്ചു ചെറുക്കനെ കൊണ്ട് പോകും. എന്താണെന്ന് എനിക്ക് എന്താണെന്ന് ജീവനുള്ളവരെ കൊണ്ട് പോകുന്ന സമയമാനത്തിൽ പാടാതെ എന്താണെന്ന് പാടി പറഞ്ഞു. രാത്രി നീ ഇങ്ങോട്ട് വന്നത്, നീ ദുഃഖഗാനം പാടിയാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ നീ സന്തോഷം. അതായത് ഇന്ന് രാത്രി എന്റെ പ്രസംഗ വിഷയം ഒരു കുരുടന്റെ സൗഖ്യം. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ അത്ഭുതം. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ 1189 അധ്യായം 31,173 വാക്യം, 8,10,697 വാക്കുകൾ, 35,10,484 അക്ഷരങ്ങൾ. അമേൻ. എനിക്ക് ഒരു പുസ്തകത്തിൽ കിട്ടുന്ന അറിവാണ് ഇങ്ങനെ ഞാൻ പഠിച്ചു പറയുന്നത്. 1-2 വാക്യമോ അക്ഷരമോ തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഒരു കേസ് ഒന്നും കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. ഈ പുസ്തകത്തിനകത്ത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രത്യക്ഷത്തിൽ പരാമർശിക്കുന്ന പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും പഴയ നിയമത്തിൽ പ്രവചനത്തിൽ കൂടി കർത്താവിനെ പ്രവചനാത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 39 പുസ്തകം ചേർത്ത് 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ എന്ന സത്യ പുസ്തകം. ആമേൻ. അതിനകത്ത് യേശു ക്രിസ്തു ചെയ്ത 35 അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ യേശു ക്രിസ്തു ചെയ്ത 35 അത്ഭുതങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശു ക്രിസ്തു 35 എണ്ണമേ ചെയ്തോളൂ? അല്ല, 350 അല്ല, 3500 അല്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് 35 ഇതിനകത്ത് രേഖപ്പെടുത്താൻ കാരണം? ഈ 35 അത്ഭുതങ്ങളിലൂടെ കർത്താവ് അത്ഭുതം മാത്രമല്ല, ഈ പുസ്തകം വായിക്കുന്നവരുടെ ഉള്ളിൽ എന്റെ കർത്താവിനെ പതിപ്പിക്കുന്ന ചില ചിന്തകൾ കൂടെ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇതിൽ 35 അത്ഭുതങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ചെയ്ത 35. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാനത്തെ വാക്യം എന്നാണ് ആർക്കെങ്കിലും അറിയാം? ഏറ്റവും അവസാനത്തെ. യേശു ചെയ്തത് ഇത് മാത്രമല്ല, ഇതിനേക്കാൾ അധികമുണ്ട്. അതെല്ലാം കൂടെ എഴുതിയാൽ ആ പുസ്തകം ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. 35 അത്ഭുതം എഴുതിയ പുസ്തകം ചുമക്കാൻ ഇന്ന് മനസ്സ് മടിയാണെങ്കിൽ 3500 എണ്ണം എഴുതി ഈ ബോക്സിൽ എത്ര ഉണ്ടായിരുന്നെങ്കിൽ വളരെ വലുതായത് കൊണ്ടാണ് ചെറുതായിട്ട് കൊണ്ടുവരാത്തവരുടെ കാര്യങ്ങളാണ്. സ്തോത്രം. ആമേൻ. നോക്കട്ടെ, ഇനി അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. എന്റെ യേശു ദൈവമാകാൻ വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല. ഇവിടെ ദൈവമാകാൻ വേണ്ടി ഓരോരുത്തരും കാണിക്കുന്നത് അത്ര പാടും. എന്റെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാകാൻ വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല. പകരം അവൻ അത്ഭുതം ചെയ്ത് ദൈവം ആകാനല്ല, ദൈവം ആയത് കൊണ്ടാണ് അവൻ ദൈവത്തെ സൂചിച്ചത്. അത്ഭുതങ്ങൾ ചെയ്തത് അവൻ ദൈവം ആയതുകൊണ്ടാണ്. അടുത്ത സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ ഒരത്ഭുതങ്ങൾ നിങ്ങൾ വിശ്വസിക്കണ്ട. യേശു ചെയ്ത ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. യേശു ചെയ്യാത്ത 3 കാര്യം പറയാം. യേശു ദൈവമാണെന്നുള്ള തെളിവ്. ഈ ലോകത്തിൽ ആരും പറയാത്ത യേശു ചെയ്യാമെന്ന് പറയും. ഈ സാധാരണ ഒരാൾ ഇന്നതാണെന്ന് പറയാൻ ചെയ്തത് വെച്ചോണ്ടാണ്. ഇന്നത് ചെയ്തുകൊണ്ടെങ്കിൽ ഇല്ല. കോറൻ വായിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വസിച്ചതാണ്. പാട്ട് പാടിക്കൊണ്ട് ഇവർ കൊയറാണ്. പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ പാസ്റ്റാണ്. ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ല എനിക്ക് പേര്. യേശു ചെയ്യാത്ത 3 കാര്യം. നമ്പർ 1, യേശു ആരുടെ ശവോടെ കേട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, യേശു ശവമൊന്നുമില്ലേ? കണ്ട ശവം ഉയർപ്പിച്ച അങ്ങനെ ഒരാളെ യേശു ഒറ്റക്കുഞ്ഞിന്റെ ശവം അടക്കിയിട്ടില്ല. അത് മാത്രമല്ല, ആരുടെ ശവം അടക്കിയില്ലെന്ന് മാത്രമല്ല, കണ്ടതെല്ലാം ഉയർപ്പിച്ചിട്ട് താനും ഉയർത്തും. ചെയ്യാത്ത കാര്യം, യേശു ഒരു ശവവും അടക്കിയില്ല. കണ്ട ശവം മുഴുവൻ ഉയർപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുക, യേശു ആകെ 3 ശവയെ കണ്ടുള്ളൂ. വേദപുസ്തകത്തിൽ യേശു 3 ശവയെ ഉറപ്പിച്ചുള്ളൂ. 1 പള്ളിപ്രമാണിയുടെ യായിറോസിന്റെ മകൻ 12 വയസ്സുള്ള ബാലിക. 2 ലാസറിനെ. 3 നയീനിലെ വിധവയുടെ മകനെ. 3 പേരെ കണ്ടുള്ളൂ. യേശു ഉയർപ്പിച്ച ശവത്തിന്റെ ലിസ്റ്റൊന്നും എഴുതാൻ പറ്റില്ല. പിന്നെ ഈ 3 എന്തിനാ എഴുതിയ? ഇത്ര ഉള്ളൂ. നയീനിലെ വിധവയുടെ മകനെ വഴി വെച്ച് ഉയർപ്പിച്ചു. യേശുവിനെ വഴി വെച്ചാണ് ഉയർപ്പിക്കാൻ. 2 പള്ളിപ്രമാണിയുടെ മോളെ വീട്ടിൽ വെച്ച് ഉയർപ്പിച്ചു. വീട്ടിൽ വെച്ചാണ് ഉയർപ്പിക്കാൻ അറിയാം. 3 ലാസറിനെ നാറ്റം വച്ചാൽ ഉയർപ്പിക്കാൻ. ഒരു 3 ശവം പറയാനല്ല, 3 എവിടെ വെച്ചാ മരണം അറിയില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പച്ചവെള്ളം വീഞ്ഞാക്കി ആക്കിയില്ലേ? സംശയമുണ്ടോ? ചില മുമ്പോട്ടോട് സംശയം പോലെ ആക്കിയില്ലേ? സ്തോത്രം. എന്നാൽ 6 പാത്രത്തിലെ വീഞ്ഞാക്കുള്ളൂ അല്ലേ? യേശു ക്രിസ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിന് നേരെ കൈ നീട്ടിട്ട് വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീഞ്ഞാവുമല്ലോ. അത് എന്താ ആക്കാഞ്ഞേ? നമ്മൾ വല്ലപ്പോഴും ഒരു വിസ്മയം കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ വീഞ്ഞായതുപോലെ വീണല്ലോ. ഈ 6 പാത്രത്തിൽ എന്തുകൊണ്ടാക്കി? ഉത്തരം 6 സംഖ്യ മനുഷ്യനെ കാണിക്കുക. 1ാമത്തെ അത്ഭുതം കർത്താവ് ചെയ്തത് എന്തിനാ? തകർന്നു പോയ മനുഷ്യനെ പണിതുകൊണ്ടാണ് 1ാമത്തെ അത്ഭുതം തുടങ്ങിയത്. നിങ്ങൾക്ക് മനസ്സിന് 6ാമത്തെ ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അതിൽ നല്ലതായി വെച്ച 6 കൽപാത്രങ്ങൾ ഇന്ന് രാത്രിയുടെ വിഷയത്തിലേക്ക് വരാം. ഒരു കുരുടന്റെ സംഖ്യ. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു ചെയ്ത 35 അത്ഭുതങ്ങളിൽ മരിച്ചവരിൽ 3 പേർ ഉയർപ്പ് പോലെ തന്നെ 3 കുരുടന്മാരുടെ സൗഖ്യം. മർക്കോസ് 8 ഒരു കുരുടൻ, യോഹന്നാൻ 9 ഒരു കുരുടൻ,
മർക്കോസ് 10 ഒരു കുരുടൻ, 3 കുരുടന്മാർ. ഹല്ലേലൂയ. യോഹന്നാൻ 9 കുരുടൻ, യെരൂശലേമിലെ കുരുടൻ, മർക്കോസ് 8 കുരുടൻ, ബെത്സയിദയിലെ കുരുടൻ. എന്നാൽ മർക്കോസ് 10 കുരുടൻ, യെരിഹോവിലെ കുരുടൻ. കുരുടൻ എവിടുന്നാണുള്ളതല്ല, എത്തിയതല്ല ഒരാളുടെ അടുത്ത. ഇനി യോഹന്നാൻ 9 കുരുടൻ യേശുവിനെ കണ്ട കുരുടൻ അല്ല, യേശു കണ്ട കുരുടൻ. മനസ്സിലായി? യേശു ക്രിസ്തു അവൻ അവനെ കണ്ടു. പോകയിൽ യേശു ഒരു കുരുടനെ കണ്ടു. ഇത് യേശു കണ്ട കുരുടൻ പറയുന്നത്. എന്നാൽ വ്യക്തിമായി അങ്ങനല്ല. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ആളങ്ങനല്ല, അത് യേശുവിനെ കണ്ട കുരുടൻ. അപ്പൊ ചോദിക്കും, അങ്ങനെ കുരുടനെ കണ്ട ആകക്കണ്ണുകൊണ്ട്. നിങ്ങൾക്ക് യേശുവിനെ കാണണമെങ്കിൽ പുറത്തെ കണ്ണു തുറന്നാൽ കാണാൻ പറ്റുകയില്ല, അകത്തെ കണ്ണു തുറന്നാൽ സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അങ്ങനെ ഒരു കണ്ണുണ്ടോ, അങ്ങനെ തുറക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഡമസ്കോസിന്റെ പടിക്കൽ വെച്ച് പൗലോസിന് എന്ത് സംഭവിച്ചു? വേഗം പറ, സമയമില്ല. പൗലോസ് താഴെ വീണു. പൗലോസിന്റെ കണ്ണ് ആമേൻ കുരുടായിപ്പോയി. ശരിയാണോ? പക്ഷെ താൻ ഒരു കാഴ്ച കണ്ടു. എന്താണ്? അനന്യാസ് എന്ന് പറയുന്ന നേർവീതിയിലെ ഒരു മനുഷ്യൻ തന്റെ മേൽ കൈവെക്കുന്നതും താൻ സൗഖ്യമാകുന്നത് താൻ കണ്ടു. എങ്ങനെ കണ്ടു? പുറത്തെ കണ്ണിൽ കാഴ്ചയില്ലാത്ത എങ്ങനെ കണ്ടു? അതാണ് അകത്തെ കണ്ണ്. സന്തോഷം. ഇങ്ങനെ കണ്ണ് നമുക്കുണ്ട്. സ്തോത്രം. പുറത്തെ കണ്ണ് അല്ല, അകത്തെ കണ്ണുകൊണ്ട് ദൈവിക സന്തോഷം അനുഭവിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവർക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനെ ബോധ്യപ്പെടുത്തിയ സ്തോത്രം. പോകാൻ നമുക്ക് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ ബോധ്യപ്പെടുത്തിയാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഒരു കുരുടൻ, അതായത് യെരൂശലേമിലെ കുരുടനെ യേശു കണ്ടു. എന്നാൽ വ്യക്തിമായി യേശുവിനെ കണ്ടു. എന്നാൽ 8-ാം അധ്യായത്തിൽ മർക്കോസ് പറയുന്ന ബെത്സയിദയിലെ കുരുടൻ അങ്ങനല്ല. കണ്ട 4 പേർ കൂടി കൊണ്ടുവന്ന കുരുടൻ. 1 യേശുവിനെ കണ്ട കുരുടൻ, 2 യേശു കണ്ട കുരുടൻ, 3 കണ്ടവരെല്ലാം കൂടി കൊണ്ടുവന്ന കുരുടൻ. ഇന്ന് രാത്രി ഈ 3 സൈസ് കുരുടന്മാരല്ലാതെ 4ാമത്തെ സൈസ് ഇവിടെ വന്നിട്ടില്ല. 1 യേശുവിനെ കണ്ട കുരുടൻ, 2 യേശു കണ്ട കുരുടൻ, ഇവിടെ കൺവെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു പലരും കൂടി കൊണ്ടുവന്ന കുരുടൻ. ഇത് ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റ വൈദ്യനായതുകൊണ്ട് എല്ലാവർക്കും കൊണ്ടുവന്നതാണേലും കണ്ടതാണേലും എന്നതാണേലും ഇന്ന് രാത്രി വിടുതൽ ഉറപ്പാ. അവൻ അനുഗ്രഹം ഉറപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ ചിന്തനീയമായ ഒരു ഭാഗം. ഇതിൽ യെരൂശലേമിലെ കുരുടന്റെ കണ്ണിൽ യേശു നിലത്തു തുപ്പി മണ്ണ് കുഴച്ചു തേച്ചു അവരെ സൗഖ്യമാക്കി. എന്നാൽ ബെത്സയിദയിലെ കുരുടന്റെ കണ്ണിൽ മണ്ണ് തേച്ചില്ല, അവിടെ തുപ്പി. എന്നാൽ യെരിഹോവിലെ കുരുടന്റെ കണ്ണിൽ മണ്ണ് വെച്ചില്ല, തുപ്പിയുമില്ല, കൈ വെച്ചു, സൗഖ്യമാക്കി. ഇല്ല, കൈയും വെച്ചില്ല. നീ വിശ്വാസത്താൽ സൗഖ്യമാകാൻ പറഞ്ഞു, സൗഖ്യമായി. എന്റെ ചോദ്യം, 3 പേരുടെ അസുഖം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരേ വാർഡില്ല. 3 പേരുടെ വിഷയം ഫ്ലൈറ്റ് കുരുടനാണ്. ഒരേ ഡോക്ടർ. എന്തിനാ 3 സൈസ് മരുന്ന് കൊടുത്തേ? ഒരേ യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും എല്ലാവരുടെയും വിഷയം ഒന്നാണെങ്കിലും കൈലിരിപ്പ് പോലെ മനസ്സിലായില്ല. എല്ലാവർക്കും മനസ്സിലായി. വിശ്വസിക്കാൻ എളുപ്പമുള്ളവരും അല്ലാത്തവരുമുണ്ട്. ഇന്ന് രാത്രി ഒത്തിരി കഷ്ടപ്പെട്ട അനുഗ്രഹം പ്രാപിക്കാനല്ല നീ വന്നിരിക്കുന്നത്. കർത്താവിനെ അകക്കണ്ണുകൊണ്ട് കാണാനുള്ള മനസ്സുണ്ടായി ഇന്ന് രാത്രി ഒരു മണ്ണും വെക്കാതെ, ഒരു തുപ്പലുമില്ലാതെ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചു പോകാൻ വരികയാണ്. ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്ത് I believe in Jesus. You are the Almighty. I believe in tonight you are going to touch me. A miracle is going to happen in my life. എന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തൊടാൻ എന്റെ കർത്താവ് പറയുന്നു. നമുക്ക് ആ വ്യക്തിമായി ആ കുരുടന്റെ വിഷയം ഇന്ന് രാത്രി കിടക്കുമ്പോൾ അതിനകത്ത് ഇന്ന് രാത്രി ഞാൻ എടുത്ത വാക്യം എങ്ങനെയാണ്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കണം. മനസ്സ് നൊന്ത് ആരോടും പറയാതെ ചില വിഷയങ്ങൾ ദൈവത്തോട് മാത്രം വെച്ച് പ്രാർത്ഥിക്കുന്നവർ രാത്രിയുണ്ട്.
നിന്റെ അടുത്ത് വന്ന് നിന്റെ തോളിൽ കൈയിട്ട് നിന്റെ ചങ്കോട് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ കർത്താവ് ചോദിക്കുന്നു, What you want? എന്റെ മകനെ നിനക്ക് എന്ത് വേണം? ഇന്ന് രാത്രി നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. മകളെ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്ദിക്കപ്പെട്ടവളായി മറ്റു പലരും അനാവശ്യമായി കുറ്റങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി നീ എല്ലാവരും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു, ചിലപ്പോൾ അല്ല എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആ ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നത്, ഹൃദയ വേദനിച്ച് കിടന്നത്, എന്റെ മനസ്സ് ഞാൻ ആരോട് പറയണം, എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പങ്കുവെക്കണമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ജീവിതമേ, എന്റെ കർത്താവിന്റെ കരം തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. എനിക്കത് ഫീൽ ചെയ്യും, എനിക്ക് നല്ലൊരു ഫീൽ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാണ്, നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചാണ്, നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവത്തെ സ്തുതിച്ചാണ്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ബാക്കി എല്ലാ വിധമായ ദൈവികമല്ലാത്ത ചിന്തകൾ മാറി പോകണം. എങ്കിലേ കർത്താവിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പലപ്പോഴും പ്രസംഗം പറയാറുണ്ട്, ഈ മൊബൈൽ ഫോണിനകത്ത് സിം കാർഡ് എന്നൊരു സാധനമുണ്ട്. ഈ സിം കാർഡ് എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു മൂലയ്ക്ക് ഒരു വെട്ടമുള്ള ഒരു ചെറിയ കാർഡാണ് സിം കാർഡ്. ഈ മൊബൈൽ ഫോണിനകത്ത് സിം കാർഡ് എന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അതുപോലെ തന്നെ ദീർഘചതുരാകൃതിയിലുള്ള മൂലയ്ക്ക് വെട്ടമുള്ള ഒരു ചെറിയ വെടമാണ് സിം കാർഡ് ഇടുന്ന സ്ഥലം. ഈ സിം കാർഡ് ഇടുന്നിടത്ത് ഈ സിം കാർഡ് അല്ലാതെ എന്തോ ഇട്ടാലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടറി ഇച്ചപ്പോൾ ഇതാണ് ചിലർക്ക് പറ്റിയിരിക്കുന്നത്. ക്രിസ്ത്യാനിയാണ്, കാര്യമൊക്കെ ശരിയാണ്. അവൻ അപ്പൻ ആമോസും മകൻ ബോവസ് അജമൻ തോമസ് ഒക്കെ ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഹൃദയത്തിനകത്ത് എന്റെ യേശുവല്ലാതെ വേറെ ആരിരുന്നാലും മൊബൈൽ പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് വിളിക്കാനിട്ട് പറ്റുകയില്ല. ഇടേണ്ടത് കറക്റ്റായിട്ട് ഇട്ടാൽ ആ സെക്കൻഡ് കോൾ പോകും. ഇടേണ്ടത് കറക്റ്റായിട്ട് ഇട്ടാൽ ആ സെക്കൻഡ് കോൾ പോകും. വിളിച്ചിട്ടൊന്നും കോള് പോകുന്നില്ലെങ്കിൽ 3 കാരണങ്ങളാണ് നിന്റെ കോള് പോകാത്തത്. 1, സിം കാർഡ് കറക്റ്റ് അല്ല. 2, നീ ടവറിന്റെ പരിധിയിലല്ല. 3-മത്തത് അവൻ നിന്റെ ഫോണിന് പ്രശ്നം. ഈ 3 കാരണങ്ങളാലാണ് അവൻ. അങ്ങനെയാണെങ്കിൽ 3ന്റെ ഉത്തരവല്ല. ഫോണിന് പ്രശ്നമുണ്ടെങ്കിൽ നീ കസ്റ്റമർ കെയറായി പരിശുദ്ധാത്മാവായിട്ട് ഇന്ന് രാത്രി വരണം. പലരും മനസ്സിലാക്കുന്നുണ്ട്. സിം കാർഡ് തെറ്റാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ യേശു ക്രിസ്തുവിന്റെ സിം കാർഡ് നിന്റെ ജീവിതമാകുന്ന ഹൃദയത്തിനകത്ത് നീ നിൽക്കുന്ന ടവർ കറക്റ്റ് അല്ലെങ്കിൽ ഇന്ന് രാത്രി ഐഡിയയും ആ എത്തിസ്ഥലത്ത് മാറ്റിട്ട പ്രയത്നങ്ങളുടെ കീഴിലേക്കാം ഇന്ന് രാത്രി തന്നെ കടന്നു വരണം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശാന്തമായി പറയാം. എത്രയൊക്കെ കാര്യം മനസ്സിലാകുന്നു. കർത്താവിനെ സ്തുതിച്ചാണ്, യേശുവിന്റെ നാമത്തെ സ്തുതിച്ചാണ്. നമുക്ക് പോകാം, വൃത്തിമായിയുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസ് 10-46 വാക്യം. യെസ്, മർക്കോസിന്റെ സുവിശേഷം 10-46 വാക്യം. യെസ്, എടുത്തു ആരെങ്കിലും വായിച്ചു, നല്ല ശബ്ദത്തിൽ വായിച്ചു. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരും വലിയ പുരുഷാർത്ഥവും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശുവും ശിഷ്യന്മാരും എവിടെ എത്തി? യെരിഹോവിലെത്തി. എന്താണ് യെരിഹോ? ശപിക്കപ്പെട്ട സ്ഥലം. യേശു ഒരിക്കൽ കടന്നു വരുത്തില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥലം. ഒരിക്കലും യേശുവിന്റെ പാദം ചവിട്ടുകയില്ലെന്ന് യഹൂദന്മാർ പറഞ്ഞു വെച്ച സ്ഥലം. ശരിയാണോ? ഇന്ന് രാത്രി എന്താ ദൂരം അറിയാമോ? നീ നന്നാകത്തില്ലെന്ന് പലരും പറഞ്ഞു, യവൻ ഗുണം പിടിക്കത്തില്ലെന്ന് സ്വന്തക്കാര് പറഞ്ഞു. ഇന്ന് രാത്രി അവിടെ യേശു കാര്യം ലോകം വിധി എഴുന്നേർത്ത എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി നിനക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്ന് പിശാചും ആരെല്ലാം വിധി പറഞ്ഞാലും എന്റെ കർത്താവ് പറയുന്നു, നിന്നെ അനുഗ്രഹിപ്പാൻ ഈ രാത്രി എന്റെ കർത്താവിന്റെ വീട്ടിലേക്ക് വരിക, നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് വരിക. നീ ആരാകണമെന്ന് തീരുമാനിക്കുന്ന ലോകമല്ല, നിന്റെ സ്വന്തക്കാരല്ല, നിന്റെ അമ്മാച്ചനോ നിനക്ക് ഇവിടെ ജോലി തന്ന ഇതിന്റെ ഡയറക്ടേഴ്സ് പോലുമല്ല. നിങ്ങൾ ഞാൻ ആരാണ് തീരുമാനിക്കുന്നത്? ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിനക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് തമ്പുരാനാണ്. നീ ആരാണെന്ന് തീരുമാനിക്കുന്നത് എന്റെ ദൈവമാ. ആർക്കും നിനക്ക് ഇതിന് വിധിയിടാൻ പറ്റില്ല.
ലോകം മുഴുവൻ എഴുതി വെച്ചു, യെരിഹോവിൽ യേശു വരില്ല, യെരിഹോവിൽ യേശു കാലിയപ്പെട്ടില്ല. ആമേൻ, ആമേൻ. നിനക്കൊരു വീടുണ്ടാകില്ല, നിനക്ക് സ്വന്തമായി ഒരു കാർ ഉണ്ടാകില്ല, നിനക്കൊരു കുടുംബജീവിതം പോലും ഉണ്ടാകില്ല. ചെറിയ ചോദിച്ചിട്ടില്ല, ഇവൻ ആര് പെണ്ണു കൊടുക്കാനാ? ഇവൻ നന്നാകില്ല, ഇവർക്ക് ആരാ കുടുംബജീവിതം കൊടുക്കുന്നത്? എങ്ങനെയാ? നിനക്ക് വിധി പറയും ലോകം. ഇന്ന് രാത്രി പറയുന്നു, യേശുവിന്റെ അടുക്കൽ വന്നാൽ, യേശുവിന്റെ അടുക്കൽ വന്നാൽ, യേശു ശപിക്കപ്പെട്ടിടത്തിൽ ഇന്ന് രാത്രി കാലി ചവിട്ടുകയാ യേശു. ആ ശപിക്കപ്പെട്ടിടത്തിൽ ലോകം വിധിയെടുത്ത് ഇവിടെ അനുഗ്രഹം വായിക്കാം, അടുത്ത് വായിക്കാം. യെസ്, നെക്സ്റ്റ്. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശു. ഇവിടെ ഈ മർക്കോസ് എഴുതിയപ്പോഴത്തേക്ക് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. സുവിശേഷം ഓരോരുത്തരും സിനോപ്റ്റിക്കൽ ഗോസ്പൽ, അതായത് സമാന്തര സുവിശേഷം. സുവിശേഷത്തിലെ ഒരേ അത്ഭുതം തന്നെ പലരെഴുതിയത് വായിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം. ലൂക്കോസ് ഇച്ചിരി പഠിച്ചെഴുതിയിട്ടുണ്ട്. 18:35 ലൂക്കോസ്. ഈ മർക്കോസ് 10 കളയത് അവിടെ നിർവ്വഹണത്തിട്ടായിരുന്നു. തിരിച്ചു പറഞ്ഞു. യേശു യെരിഹോവിന് അടുത്തെത്തുമ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ടല്ല, ഇരന്നുകൊണ്ട് ഇരുന്നിരുന്നു. ഇതാരെഴുതിയിട്ടില്ല. ഈ കുരുടൻ ഇവര് കാണാൻ പറ്റുമോ? എങ്കിലും പുരുഷാരന്റെ ബഹളം, ആൾക്കൂട്ടം പോകുമ്പോൾ നമുക്ക് ബഹളം ചെയ്ത് പറയാം. ഈ ആൾക്കൂട്ടത്തിന്റെ ബഹളം കേട്ടിട്ട് ആൾക്കൂട്ടം പോയാൽ ഇവിടെ എന്താ ചോദിക്കുന്നറിയോ? വാട്ട് ഈസ് ദിസ് എന്നുള്ളവരുടെ ചോദിച്ചില്ല. ഇതെന്തോ അറിയാമല്ലോ, ഇവരെന്തോ കാര്യം. ഇതിനെ കൂടെ ചിലപ്പോൾ മയിലെണ്ണ വെക്കുന്നവരും കുയിലെണ്ണ വെക്കുന്നവരും പുലിനക വെക്കുന്നവരും കാടാറ മാസക്കാരും വീടാറ മാസക്കാരും ഹർത്താലുകാരും സമരക്കാരൊക്കെ പോകും. ആൾക്കൂട്ടം പോകുന്നതിന് ഇവരെന്തോ കാര്യം? ഇവര് 10 പൈസ ആരെങ്കിലും കൊടുത്ത് കഴിച്ചു കൂടി ജീവിച്ചാൽ പോലെ അല്ല. ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ, വരുന്ന ട്രെയിനകത്തോട്ടെല്ലാം സൂക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം he is expecting somebody. ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ he is expecting somebody. എന്റെ ചോദ്യം, ഇവൻ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ഉത്തരം, ഇവന്റെ അമ്മ ഇവനെ നൊന്ത് പ്രസവിച്ചു. ഇവനൊരു 10 വയസ്സായി ഇവന് സംസാരിക്കാൻ പ്രായമായപ്പോൾ, എന്റെ പ്രസംഗ ഭാഷയുണ്ടോ, ബൈബിളൊന്നും എഴുതിയിട്ടില്ല. ഇവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അമ്മേ, എല്ലാവർക്കും കണ്ണു കൊടുത്തിട്ട് എനിക്ക് മാത്രം എന്താ അമ്മേ? നമ്മുടെ കർത്താവ് കാഴ്ച തന്നെ സ്വന്തം പ്രസവിച്ച അമ്മ വാരി ചങ്കോട് ചേർത്തിട്ട് പറഞ്ഞു, മക്കളെ, ഇതിന് ഉത്തരം പറയാൻ ഈ അമ്മയ്ക്ക് അറിയില്ലടാ. പക്ഷെ പുസ്തകം വായിക്കുന്ന അമ്മ, പ്രവചന പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അമ്മ, പുതിയ നിയമം കണ്ടിട്ടുണ്ടായിരിക്കും അറിയില്ല. യേശു വരുന്ന കാലമായിരിക്കാം. ഈ അമ്മ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ, അപ്പൊ അമ്മ യെശയ്യാപ്രവചനം വായിച്ചിട്ടുണ്ട് മോനെ. അതിന്റെ 61-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നീ വിശ്വസിക്കുക. അതിങ്ങനെയാ, മശിക വരുമ്പോൾ അവൻ കുരുട്ട് കണ്ണിനെ തുറക്കുന്നുണ്ട്. അമ്മ യെശയ്യാവ് വായിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, കാത്തിരിക്കുക. നിന്റെ ആയുസ്സിൽ എന്തെങ്കിലും ആ മശിക വന്നാൽ വിദ്യാഭ്യാസം തരാം, നിന്നെ അനുഗ്രഹിക്കാം, ഉന്നതമായ പദവികൾ നിനക്ക് തരാം എന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് കോളേജിൽ പഠിച്ചു, ഏത് രാജ്യത്ത് പഠിച്ചു എന്നുള്ളതല്ല, promise, that's everlasting promise from Almighty God. Who gave the promise, he will fulfill the promise. സന്തോഷമുണ്ട്. ഇരിക്കുന്നതോട് ഞാൻ പറയാം, ഇന്ന് നിങ്ങൾക്കുള്ളതല്ല അനുഗ്രഹം, ഇനി തരാൻ പോകുന്ന അനുഗ്രഹം.
എന്നോട് ചോദിക്കുക, കർത്താവിന്റെ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്മ അനുഭവിക്കുന്ന ആളാണ്, ഒരുപാട് അനുഗ്രഹം അനുഭവിക്കുന്ന ആളാണ്, ഇതെല്ലാം അനുഗ്രഹം അല്ലേ എന്നും ചോദിക്കും. ഞാൻ കർത്താവിന് ഒത്തിരി നന്മ അനുഭവിക്കുന്നു, യേശുവിനെ അറിഞ്ഞുകൊണ്ട് എനിക്ക് അനുഗ്രഹമുണ്ട്, ഇതൊന്നും അനുഗ്രഹം അല്ലെന്ന് ചോദിച്ചു. അല്ല, ഇതൊക്കെ പുസ്തകം ചുമന്നാലും ചുമട്ടുകൂലിയാണ്. അനുഗ്രഹം പുറകെ വരുന്നുള്ളൂ. ഇതൊക്കെ പുസ്തകം ചുമന്നാലും ചുമട്ടുകൂലി മാത്രമല്ല, അനുഗ്രഹം പുറകെ വരുന്നത്. ഇതൊക്കെ കർത്താവിന്റെ പുസ്തകം നീ ചുമന്നില്ലെങ്കിൽ പുസ്തകം അതിന്റെ വെറും ചുമട്ടുകൂലി മാത്രമല്ല, അനുഗ്രഹം പുറകെ വരിക. നിന്റെ മക്കൾക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ബാങ്കിൽ കൊണ്ട് ചെക്ക് കൊടുത്തു. അപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഒരു പിച്ചളയുടെ നടുത്ത് ദ്വാരമുള്ള ഒരു കോയിൽ പോലെ സാധനം ടോക്കൺ കൈ തന്നു. അമ്മേ, ടോക്കൺ കൊണ്ട് അവിടെ പോയിരിക്കും, അവിടെ കസേര പോയിരിക്കും അല്ലേ. ടോക്കൺ കൊണ്ടിരിക്കുന്നതിന് മൊത്തോട്ട് നോക്കി ഒരു ചെറിയ ചിരിയില്ലേ ഉണ്ടല്ലോ. അതവൻ ടോക്കൺ കൊണ്ട് പോയി കേൾക്കണം. എന്നാന്നറിയോ, ഈ വായന നടച്ചാറുണ്ട്. ആരെല്ലാം അവിടെ എന്തെല്ലാം കാണിച്ചാൽ ശകലം കഴിയുമ്പോൾ എൻ്റെ നമ്പർ വിളിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം അതാണ് ടോക്കൺ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ ആരെല്ലാം എന്തെല്ലാം കാണിച്ചാലും ടോക്കൺ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് അനുഗ്രഹത്തിന്റെ ടോക്കണാണ്. ഈ ടോക്കൺ കയ്യിലിരിക്കുന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. everlasting promise. അക്ഷയ പാത്രമാകേണ്ടിയിരിക്കുന്നത് ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ആ വചനം വിശ്വസിക്കണം. അങ്ങനെ തന്നെ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമെടുത്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. അങ്ങനെയാണ് നിന്റെ കൈ കൊണ്ട് നീ അമർത്തി പിടിച്ചിരിക്കണം, നിന്റെ കൈ കൊണ്ട് മുറുകെ പിടിച്ചിരിക്കണം. ഈ വചനം സമം എന്റെ ദൈവം തന്നെയാണ്. ഈ വചനം സമം യേശുവ. Word of God secret to Jesus Christ. ഇത് ഒരു പുസ്തകമല്ല. കർത്താവിന്റെ നാമം ചോദിച്ചു, എന്താ ഇത്? ഇതിനിടയ്ക്ക് അവനൊരു പ്രശ്നമായി. ഇവരാരോ പറഞ്ഞറിഞ്ഞു ഇവരോട് ഇങ്ങനെ ഇതെന്താ ചോദിച്ചു. ആരാണ് ചോദിച്ചു, എന്തോ നീ ആൾക്കാരുടെ മുമ്പ് ഇതെന്ന് ചോദിച്ചു. അതിങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കേട്ടോ. അതുകൊണ്ട് ഇവനോട് അവരെ പറഞ്ഞു കൊടുത്തു, ഇത് നീ പൊട്ടൻ, നീ വല്ല കാണാവല്ല വരാനില്ല വെച്ചതിനോ തന്നാ പറഞ്ഞു. അവനെ കൂടാണ് ആര് വന്നത്? ഏത് പറഞ്ഞത്? എൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ നീ പക്ഷേ അവളെ പറ്റി പോയി നിനക്ക് അബദ്ധം പറ്റിപ്പോയി. വാക്തത്വം കൊണ്ടിരിക്കുക, പക്ഷേ ഇരിക്കുന്നത് ശരിയല്ല. വാക്തത്വം കൊണ്ടെങ്കിലും നീ ഇരിക്കുന്നത് ഞാൻ പറയുന്നു വാക്തത്വം ഉണ്ടാവും. എമ്മൂട്ടിരുന്നാലും ശരിയാ. അപ്പോഴേ ഞാൻ ലോകത്തിനോട് പറഞ്ഞു, നീ അടുത്തോട്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വലത്തോട്ടെ. നമ്മളെന്തോ പറയുന്ന ഓപ്പോസിറ്റ് എപ്പോഴും പറയും ലോകത്ത് സൂക്ഷിച്ചോണം കേട്ടോ. എല്ലാവരുടെയും ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ലോകത്ത് കാണും. ചിലർക്ക് ചില ലോകത്തിൽ ഓർമ്മ വരുന്നുണ്ട്, നീ ഏതാണോ ലോകത്ത്. അവനോട് പറഞ്ഞു നീ അടുത്തോട്ടെങ്കിൽ. പിന്നെ അവൻ പറഞ്ഞു ഞാൻ അടുത്തോട്ട് പോകുന്നില്ല, ഞാൻ പ്രാച്ചാൻ പോകുന്നത് എതിർത്തോടെ ഞാൻ പോകുന്നില്ല, വലത്തോട്ടാണ് എന്ന് പറഞ്ഞു. അവൻ പറയുന്ന അവൻ വലത്തോട്ടാണ് പോകുന്നത്, ഞാനിപ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു അബ്രഹാമൻ നീ ചെന്ന് പറ, അവൻ വലത്തോട്ടാണെങ്കിൽ ഞാൻ അടുത്തോട്ട് നോക്കണം. അപ്പോൾ നീ വലത്തോട്ട് നോക്കും, ഞാൻ അടുത്തോട്ട് നോക്കണം. ഇവിടെ അവൻ പറഞ്ഞു ഞാൻ അടുത്തോട്ട് പോകുന്നു. ഇപ്പം അവൻ നേരെ തിരിച്ചു പറയുക, നേരത്തെ വലത്തോട്ട് പോകുന്നു പറഞ്ഞാൽ ഇപ്പം അവൻ പറയുക അവൻ അടുത്തോട്ട് പോകുന്നു. ഉടനെ കർത്താവ് അബ്രഹാമോട് പറഞ്ഞു അവൻ കാരണം അവൻ എവിടെ പോയാലും ഗുണം പിടിക്കത്തല്ല, നീ എവിടെ പോയാലും അവൻ എവിടെ പോയാലും ഗുണം പിടിക്കത്തല്ല, നീ എവിടെ പോയാലും ഇടത്തോട്ട് എങ്ങോട്ട് പോയാൽ ശരിയാണ് ഞാൻ പറയുന്നത്.
പറഞ്ഞു യേശു ഇതിലൂടെ വരാൻ ചാൻസ് ഇല്ലെന്ന്. അങ്ങനെ ഇരുന്ന് ആരാണ്ട് പറഞ്ഞു, നീ പറഞ്ഞ മനുഷ്യരുണ്ട് നമ്മുടെ അങ്ങേ ജംഗ്ഷനിൽ, ഈ എരികോവിന്റെ തന്നെ അങ്ങേ ജംഗ്ഷനിൽ എവിടെ സക്കായി എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ വീട്ടിൽ കോളേജ് മീറ്റിംഗ് വന്നു. അങ്ങനെ സക്കായി എന്ന് പറഞ്ഞ പുള്ളിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അകത്തൊരു പ്രത്യാശ. അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങേ സൈഡിൽ വന്നെങ്കിൽ ഇങ്ങേ സൈഡിൽ പോയി അടുത്തിരിക്കുന്ന ഒരാളെ മാത്രം സൗഖ്യമാക്കുന്നതല്ല, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഇന്ന് രാത്രി ആ ദൈവം ஆபிரகாமை கையில் ஒரு கல்வாக்கு மாற்ற என் கர்த்தருக்கு முடியுமா இருந்தா சொல்லு, அதே கர்த்தர் என்னையும் கல்வாக்கு எத்தனை பேர் அப்படி சொல்லுங்க. நான் கர்த்தர் சொல்ல உலகத்துல புகழ் பெற்ற அநேக உத்தமனான சுவிசேஷர்களை கரங்களிலே கல்வாக்கு உபயோகிக்கிறார். அதே இயேசு என்னை உபயோகிக்க அவர் வல்லமை உள்ள தேவன். நான் இதெல்லாம் எப்படி சொல்லி கொடுக்குறது? உங்களுக்கு படிச்சு கொடுக்கறதுக்கு இது ஒரு பாடமாக இருந்தால் நான் படிச்சு கொடுத்துருப்பேன், பாடி கொடுக்கறதுக்கு இது ஒரு பாட்டாக இருந்தால் நான் பாடி கொடுத்துருப்பேன். அப்படி எழுதுங்க. நான் கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல. இயேசு கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல. பின்ன இயேசு என்ற ஜீவ நதியே, அது வற்றாத ஊற்று தண்ணீரே. ஹல்லேலூயா. கர்த்தர் எனக்கு கொடுத்த பாடல்கள் எல்லாம் ஆமென். ஒளிநாடெல்லாம் கொண்டு வரல ஆமென். இந்த வருடம் கொண்டு வர பிரைஸ் தி லார்ட். இயேசுவிനെ എങ്ങനെ പറയണം? ജീവിതത്തെ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. Taste and see my God is good. ഹല്ലേലൂയ. അവന് മനസ്സിലായി കർത്താവ് വരും. പിന്നെ അവൻ ചോദിക്കാൻ തുടങ്ങി എല്ലാവരോടും. ആൾക്കൂട്ടം എന്നോട് ചോദിക്കുന്നത് എന്താ? അങ്ങനെ ഇരുന്നപ്പോൾ വലിയ കൂട്ടം ജനക്കൂട്ടം പോലെ ചോദിച്ചു, അവര് പറഞ്ഞു തിരിച്ചു വരാം, മർക്കോസിലേക്ക് തിരിച്ചു വരാം. ബാക്കി മർക്കോസിലേക്ക് അവര് പറഞ്ഞു, ആര് പോകുന്നു? ആര് പോകുന്നു? നസ്രയനായ യേശു പോകുന്നു. അപ്പോൾ വ്യക്തമായി എങ്ങനെ വിളിച്ചു? ആര് പോകുന്ന പറഞ്ഞു? നസ്രായൻ പോകുന്നു. വിളിച്ചതങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞു ഇവർ പറഞ്ഞു കൊടുത്തത് അമേൻ ഈ ഭൂമിയിലെ അഡ്രസ്സാണ്, പക്ഷെ കൃത്യമായി വിളിച്ചത് സ്വർഗത്തിലെ അഡ്രസ്സ്. വിളിച്ചു, ഡേവിഡ്, son of David, mercy upon me, Jesus. അവൻ അലറി വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിന്റെ ശബ്ദം വരുന്നത് തൊണ്ടയിൽ നിന്നല്ല, നിന്റെ ഹൃദയത്തിനകത്ത്. രാത്രി നിലവിളിച്ചവരെ ഒന്ന് കൈവിടാത്ത നല്ല യേശു, കരയുന്നവരെ കണ്ടിട്ട് മാറിപ്പോകാത്ത നല്ല യേശു, ഇന്ന് രാത്രി ഹൃദയം അറിയുന്ന ഒരു നല്ല യേശു വിളിച്ചു. അടുത്ത വാക്യം വായിക്കാം, വേഗം പോവാം. യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ട് എനിക്കറിയാൻ പറ്റാൻ ചോദിക്കാം. കൈകൊപ്പിക്കാൻ കുറെ എണ്ണം ഇങ്ങനെ മതപ്പെടും. യേശുവിന്റെ പേര് പറഞ്ഞ് യേശുവിന്റെ കൂടെ നടക്കുക, എന്നിട്ട് മിണ്ടുന്നവരെ കൊണ്ട് മിണ്ടരുതെന്ന് പറയാം. ഞാൻ 4 പേര് മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാതെ പറയുന്നവരെ മിണ്ടരുതെന്ന് പറയാം. അവിടെ ജോലിയപ്പോ യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കാൻ മടിയുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യണം? ഇതല്ലേ നമ്മുടെ ജോലി ഇല്ലേ? അമ്മമാർക്ക് എന്തോത്തിന്റെ അസുഖിക്കാൻ ചോദിക്കാം. അന്തു യേശുവിന്റെ കൂടെ കുറെ ഉണ്ടായിരുന്നു, ഇന്നും കുറെ ഉണ്ടച്ചാ. ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, മിണ്ടാരെന്ന് പറയാൻ വേണ്ടി തന്നെ ഇതിനൊക്കെ വലിയ കുഴി വെട്ടിട്ട് ഒന്നും ചെയ്യണ്ട. പറയാൻ പാടില്ല അല്ലെ? എനിക്കറിയാം സുവിശേഷ വില എന്ന് പറഞ്ഞാൽ എന്തുവാ? யாராவது
இயேசுவேன்னு அவன் கூப்பிடாம இருந்தா அவங்கிட்ட கூப்பிடுடா அப்படின்னு சொல்றதான நம்ம வேலை. கூப்பிடுறவங்கிட்ட பேசாம சொல்றது வேலையா? இது வேலைக்கு மேல வேலை காட்டணும். യേശുവിന്റെ കൂടെ നടക്കുന്ന എന്താ പറഞ്ഞു? പക്ഷെ സംഭവമാണ് പണ്ടേ അയൽവക്കാരുടെ പറമ്പിലോട്ട് ബോംബുണ്ടാക്കിയത് അമ്മാരെ കൊല്ലാനറിഞ്ഞ 4 വർഷമായിട്ട് വെള്ളം കിട്ടാത്ത കിണറ്റിനകത്ത് പോയി വീണ്. അന്ന് വെള്ളം കിട്ടി. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കിയല്ലേ, ചെറിയൊരു ബോംബുണ്ടാക്കി അപ്പുറത്തേക്ക് ആരുടെ തലയിൽ ചാകട്ടെന്ന് വെച്ചാൽ. പക്ഷെ അന്ന് 4 വർഷമായിട്ട് അവർ കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടാതെ അന്ന് വീണ്ടും വെള്ളം കിട്ടി. എവനെങ്കിലും ഒരു ബോംബ് ഇട്ട് നമുക്ക് വെള്ളം കിട്ടും. മനസ്സിലായി? എവൻ നമ്മൾ സ്വയം വേണ്ടി ഇരുന്നാൽ ഉൽപ്പത്തി 50:20 അവൻ എനിക്കത് ദോഷത്തിനായി ചെയ്തു എന്ന കർത്താവ് എനിക്കത് ഗുണമാക്കി മാറ്റി. ദോഷത്തിന് വേണ്ടി ചെയ്യുന്നത് എന്റെ ദൈവം ഗുണമാക്കി മാറ്റുന്നത്. ഒന്നും പേടിക്കണം. If you are faithful, ഈ വാക്ക് നടക്കില്ല. If you are, this condition goes. If you are faithful, നീ നമ്പിക്കയുള്ളവനായിരുന്ന, നീ കർത്തരുടെ ഉണ്മயான പിള്ളയായിരുന്ന, എവൻ ഏതാ സെഞ്ചാലും നമുക്ക് യേശു பார்த்துக்கிடுவார்.